അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പറയുന്നതാണ്. അല്ലാതെ കണ്ടു നിലയിൽ തർക്കമല്ലല്ലോ. അതല്ലേ ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിലൊന്നും നിങ്ങൾക്ക് ഒരു പെടുത്തൂല്ല. ഇനി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തായി ഇപ്പൊ ഇവിടെ? നിങ്ങളെല്ലാ ഇബാറത്തും കൊണ്ടുവരി, ലോകത്തുള്ള സർവ്വ കിതാബ് വെല്ലുവിളിക്കാങ്ങളെ എല്ലാരും കൂട്ടിക്കോളി. വേണമെങ്കിൽ ഇസ്ലാം മുജാഹിദ് ഉണ്ടാവും, ഫൈസൽ ഓനും കൂട്ടിക്കോളി, എല്ലാരും കൂട്ടിക്കോളി. ഞങ്ങളെ ചോദ്യതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുമാകാം പിശാചുമാകാം എന്ന ഒരു അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏതെങ്കിലും ഒരു കിതാബിലുണ്ടെങ്കിൽ ഉദ്ധരിക്കുന്നത്. ഇവര് പറഞ്ഞ ഓരോ കിതാബ് എടുക്ക്, ഓരോന്നോരോന്നും കേൾപ്പിച്ചാൽ നിങ്ങളെ ഖിലാഫിന്റെ പൂതി ഞങ്ങൾ എടുത്തി തരാം. എടുക്ക്, ആദ്യത്തെ എടുക്ക്. അൽ വസീലത്തുൽ അഹ്മദിയയുടെ 1-ാം വാള്യം 151-ാമത്തെ പേജിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണൽ അത് യാഥാർത്ഥ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് രൂപാന്തരപ്പെടാൻ ശൈത്വാനിക്ക് കഴിയില്ല. പക്ഷേ എങ്കിലും ഹൽ യുസ്തർതു ഖൗനുൽ മർഇ അലാ മാ സബത ഫീ ഖിലഖിഹി ഫി ശമാഇൽ ഔ മുത്ലഖൻ. മഹാനായ ഇമാം അവർകൾ രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണപ്പെടുന്നതിൽ നിബന്ധനയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇലിൽ അവിടുത്തെ വിശേഷ ഗുണങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് സ്ഥിരപ്പെട്ടുകൊണ്ട് തന്നെ കാണണമെന്ന് നിബന്ധനയുണ്ടോ? ഔ മുത്ലഖൻ, അല്ലെങ്കിൽ ഒരു നിബന്ധനയുമില്ലാതെ ഒരു വിശേഷണങ്ങളുമില്ലാതെ നബിയാണെന്ന് പറയപ്പെട്ടുകൊണ്ട് കാണപ്പെട്ടാൽ മതി, നിരുപാധികമാണോ എന്നതിനെ കുറിച്ച് മഹാനായ വസീലത്തുൽ അഹ്മദിൽ രേഖപ്പെടുത്തുന്നു, ഫീഹി ഖിലാഫുൻ കമാ ഫിൽ മവാഹിബി. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിന് വ്യാഖ്യാനം എഴുതിയ അല്ലാമ ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിന്റെ മവാഹിബുൽ ജലീലിൽ അൽ മവാഹിബിൽ ഉള്ളതുപോലെ തന്നെ ഫീഹി ഖിലാഫുൻ, ഇതിൽ ഖിലാഫുണ്ട് എന്ന് വളരെ വ്യക്തമായി. എന്തിൽ ഖിലാഫുണ്ട്? എന്താ പറയാത്തത്? ഫീഹി ഖിലാഫുൻ, ഇത് കിട്ടിയാൽ മതി, ബാക്കി പോലെ അതായിട്ട് ഓടി. എന്തിലാണ് മുസ്ലിയാരെ ഖിലാഫ്? ശൈത്താൻ വരോ വരൂല എന്നില്ലല്ലോ. അൽ വസീലത്തുൽ അഹ്മദിയ നിങ്ങൾക്ക് വായിച്ചു തരാൻ പറ്റുമോ? അത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഖിലാഫുണ്ട്. എന്നിട്ട് മുമ്പ് പറയും ചെയ്തു, അൽ മവാഹിബുൽ ലദുന്നിയയിൽ പറഞ്ഞ പോലെ. അൽ മവാഹിബുൽ ലദുന്നിയയിൽ പറഞ്ഞോ പിശാച് വരേണ്ട സാധ്യത ഉണ്ട്? അൽ മവാഹിബുൽ ലദുന്നിയയിൽ എന്താ പറഞ്ഞ്? ഞാൻ ഈ വായിച്ച ഖിലാഫ പറയുന്നത്. അൽ മവാഹിബുൽ ലദുന്നിയയിൽ നമ്മളിങ്ങനെ വായിച്ചാൽ ഇതേ സംഭവം ഖാലൽ ഖാദി ഇയാദ് പറഞ്ഞ അഭിപ്രായം ഉദ്ധരിക്കുന്നു, നവവി ഇമാം അതിനെ റദ്ദ് ചെയ്തത് ഉദ്ധരിക്കുന്നു. ഇത് രണ്ടിനെയും ഏകോപിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ഉദ്ധരിക്കുന്നു. അല്ലാതെ പിശാചാകാം എന്ന ഒരു ഖിലാഫ് എവിടെയാണ് വസീലത്തുൽ അഹ്മദിയിലുള്ളത്? എവിടെയാണ് അൽ മവാഹിബുൽ ലദുന്നിയയിലുള്ളത്? ഒറ്റക്ക് ഒരു റൂമിലിരുന്ന് പാനൽ ഡിസ്കഷൻ പേരും വെച്ച് പറയാന്നല്ലാതെ ആൺകുട്ടികളെ മുമ്പിൽ വന്നിട്ട് വസീലത്തുൽ അഹ്മദി ഒന്ന് വായിക്കാൻ പറ്റുമോ? ഖിലാഫ് ഇത് കിട്ടീനല്ലോ, വലിയ കാര്യമായി. ഇനി വേറെ കിതാബ് വായിക്കട്ടെ. മഹാനായ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് അവിടുത്തെ സഅദാത്തുദ് ദാറൈനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, വഖാലൽ ആരിഫു ബില്ലാഹ് അബ്ദുല്ലാഹ് ഇബ്നു അബി ജംറത ഫീ കിതാബിഹി ബഹ്ജത്തുൻ നുഫൂസ് ശറഹി മുഖ്തസരിഹി ലി സ്വഹീഹിൽ ബുഖാർ. സ്വഹീഹുൽ ബുഖാരിയുടെ മുഖ്തസറായ അദ്ദേഹത്തിന്റെ ശറഹിൽ വളരെ വ്യക്തമായി കൊണ്ട് മഹാനായ അൽ ആരിഫു ബില്ലാഹി അബ്ദുല്ലാഹ് ഇബ്നു അബി ജംറ മഹാനവറുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വഖ്തലഫൽ ഉലമാഉ ഫീ ഹാദാ, ഈ വിഷയത്തിൽ ഉലമാഇനിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് സഅദാത്തുദ് ദാറൈനിലെ 416-ാമത്തെ പേജിൽ അല്ലാമ യൂസുഫ് നബ്ഹാനി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾ, ഭയങ്കര പ്രസംഗം ഒറ്റ റൂമിൽ ഇരുന്നിട്ട് അതിലിപ്പോ എന്താണ് ഇഖ്തലഫൽ ഉലമാഉ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവരെങ്ങോട്ട് ഓടി? പിശാചിലേക്ക്. സഅദാത്തുദ് ദാറൈൻ
അത് ചർച്ച ചെയ്ത് കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ തർക്കമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാദിയാദ് തങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ നബവി ഇമാമും ബഹുമാനപ്പെട്ട ഖാദിയാദ് തമ്മിലുള്ള തർക്കം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് തന്നെ ലായത്ത മസല് വേറെ ബഹ്സ് ചെയ്തിട്ടുണ്ട്, ലായത്ത ഖയ്യൽ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് മഹാൻ കറക്റ്റ് ചെയ്ത് പിശാചിന് വരാൻ കഴിയില്ല എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ഇഖ്തലഫൽ ഉലമാഉന്നും ഫീ ഖിലാഫ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ഒരൊറ്റ ഓട്ടം പിശാച് വരുന്നില്ല, തർക്കണ്ട്, ഒരിക്കലും നടക്കൂല. അപ്പൊ അതും പോയി, അതിലൊന്നും കാണിക്കാൻ കഴിയില്ലേ. ഇനി ഒന്നും കൂടി പറയുന്നുണ്ട്, മിർഖാത്ത്, അതും കൂടി നബിയുടെ ജീവിതകാലത്തില് ഉള്ള ആ അറിയപ്പെട്ട സിഫത്തിലൂടെ കാണുക എന്നാണ് നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അതിനെ ശറഹ ചെയ്തതിന് ശേഷം, അതിന് വ്യാഖ്യാനം പറഞ്ഞതിന് ശേഷം അല്ല ഏത് രൂപത്തിലൂടെ ആയാലും എന്നുള്ളതിനെ സംബന്ധിച്ച് മിർഖാത്തുൽ മുല്ലാലിൽ ഖാരി എങ്ങനെ പറഞ്ഞത്, വഖീല. അവർ അഭിപ്രായ വ്യത്യാസമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ സിന്ധി എന്താ പറയുന്നത്, സിന്ധിയുടെ ഭാരത്തിൽ പറഞ്ഞത് ഖീല. നിങ്ങൾ എവിടെ പഠിച്ചാലും ഇതിലേക്ക് എത്തൂല. മിർഖാത്തിൽ എന്താ പറഞ്ഞേ, فإن الشيطان لا يتمثل في صورة أراد به صفته المعروفة له صلى الله عليه وسلم في حياته. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്തുള്ള ആ രൂപമാണ് ഉദ്ദേശിച്ചത്. വഖീല പറയപ്പെട്ടു മർആനി അല അയ്യ സൂറത്തിൻ കാനത്ത് എന്നും അഭിപ്രായമുണ്ട്. ഏത് സൂറത്തിലായാലും ഒന്നുണ്ട്, അറിയപ്പെട്ട രൂപത്തിൽ എന്നുണ്ട്. അറിയപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ പിശാചാണ് എന്നെവിടെ അതില് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അറിയപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ അത് വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമുള്ള സ്വപ്നമാണ്. അതാണ് ഖാദിയാദ് തങ്ങൾക്കിടയിലുള്ള തർക്കം. ആ തർക്കമാണ് അവിടെ ഉദ്ധരിച്ചത്. ഖീലാന്നാണ് കാണുമ്പോഴേക്ക് ശൈത്താനിലേക്കോടെ ആ വാക്ക് തന്നെ എവിടെ, അവിടെ പിശാച് എന്നുള്ള ലഫ്ള് തന്നെ എവിടെ, പിശാചുക്കൾ ഉണ്ടാക്കിയതല്ലാതെ. അപ്പൊ ഇതിലൊന്നും ഞങ്ങൾ പറഞ്ഞ തർക്കത്തിലിരിക്കുന്ന വിഷയമല്ല. എന്നിട്ട് നമ്മളോടൊരു ചോദ്യവും, ആ ചോദ്യം എന്ന് വെച്ചെടുക്കുക, മിർക്കാത്ത് വായിക്കാണ്ട്, അതുപോലെ തന്നെ ഹാസ്യത്തു സിന്ധി വായിക്കാണ്ട്, ഒരുപാട് വായിക്കാണ്ട്. ഇതിലൊക്കെ ഖിലാഫുകൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോ വളരെ വ്യക്തമായി നമുക്ക് ചോദിക്കാനുള്ളത്, ഈ വിഷയത്തിൽ അയിമ്മത്തിന്റെ ഇടയിൽ ഇത്തിഫാഖുണ്ട്, ഫീഹി വിഫാഖുൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇബാരത്തുകൾ ഇതിൽ കൃത്യമായി അയിമ്മത്തിന്റെ ഇടയിൽ ഏകോപിതമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഇബാരത്ത് ഇതുവരെ ആർക്കും കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും കാണിക്കുമോ എന്ന് വിനയപുരസരം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ അന്തരീക്ഷത്തിലേക്ക് നോക്കി വെല്ലുവിളിക്ക. മൊയ്ലേരെ, ഒരു വിഷയം ഇമാമിയങ്ങൾ ഉദ്ധരിച്ച് അതിലെ ഏക അഭിപ്രായം പറഞ്ഞു പോയാൽ പിന്നെ അവിടെ ഫീഹി ഇത്തിഫാഖുൻ എന്ന് പറയേണ്ടതുണ്ടോ? പ്രസവ വാർഡിൽ ചെന്നത് സ്ത്രീകൾക്ക് മാത്രം എഴുതിയേക്കണോ? പിന്നെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ കാണൂല എങ്ങനെമാരെ. ഒരു എതിരഭിപ്രായം ഇല്ലാത്തവർക്ക് ഫീഹി ഇത്തിഫാഖുൻ എന്ന് പറയേണ്ടിണ്ടോ? അതേ സമയത്ത് അവർ പറഞ്ഞു എന്ത്, ഇതിൽ എതിരഭിപ്രായമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അത് എതിരഭിപ്രായം അല്ല എന്നവർ പറഞ്ഞു. അതിനല്ല ഇത്തിഫാഖ് ഉണ്ട് എന്ന് പറയുന്നത്. മഹാനരായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇമാമിനെ ഞാൻ വായിച്ചു തന്നു. ഇനി ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഇംദാദ്, പിന്നെ അയാൾ പറഞ്ഞ അടുത്ത തവണ വായിക്കാന്നാണ്. അടുത്ത തവണ വായിക്കുക. അപ്പൊ ഞങ്ങളൊന്ന് വായിക്കുന്നുണ്ട്. കണ്ടോ, എതിരഭിപ്രായമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അവിടെ ഇടപെടാ ഇമാമിങ്ങൾ. വമാ സ്വഹഅൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് സ്വഹിയായി വന്ന ഒന്ന്, ഇബ്നു സിരീൻ തങ്ങളിൽ നിന്നും വന്ന ഒന്ന്, മിമ്മാ ളാഹിറുഹു ഇസ്തിറാത്തു റുയതിഹി അലാ സൂറതിഹി, നബി തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിൽ തന്നെ കാണണം എന്ന് അവർ രണ്ടുപേരും നിബന്ധന വെച്ചിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒന്ന്. അവർ തർക്കണ്ട് എന്ന് തോന്നുന്ന രൂപം ഒരെടുക്കുക, എന്നിട്ട് പറയാ യംബഗി തഅ്വീലുഹു, അവിടെ വ്യാഖ്യാനിക്കൽ നിർബന്ധ, തർക്കല്ല അവിടെ. ബിഅന്ന ദാലിക ശർത്തുൻ ഫീ കമാലി റുഅയ, അവര് പറഞ്ഞ നിബന്ധന പൂർണ്ണമായ കാഴ്ചക്കാണ്, അഥവാ
തെവീലും വ്യാഖ്യാനവും ഒന്നും ഇല്ലാത്ത പൂർണ്ണമായ കാഴ്ചക്കാണ് ആ അറിയപ്പെട്ട രൂപത്തിൽ കാണണമെന്ന് പറഞ്ഞത്. ദൂന അസ്ലിഹ, കണ്ടൂന്ന് സ്ഥിരപ്പെടാൻ അതിന്റെ ആവശ്യമില്ല. ഇതന്നല്ലേ ഇത്തിഫാഖ് പറഞ്ഞത്. ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, ആ ഹദീസിന്റെ ശറഹിൽ എതിരഭിപ്രായമുണ്ട് എന്ന് തോന്നുന്ന 2 വാക്കുകൾ വരുന്നു. ഉടനെ ഇമാം ഇടപെടുന്നു. അത് 2 അല്ല, ഒരേ ഉദ്ദേശമാണ്. നീ പറയണോ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ചോദിച്ചു കൂട്ടുന്നത്? ഇനി സിന്ധിയിലേക്കൊന്ന് പോവാം നമുക്ക്. ഈ കാണപ്പെട്ട ആ രൂപം നബിയുടെ ശാരീരിക വിശേഷണങ്ങളോട് യോജിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്വപ്നമാണ്. അങ്ങനെയല്ലെങ്കിൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും അറിയാം. എന്താണ്? അല്ല, അത് അള്ളാഹ്ക്ക് ഏറ്റവും അറിയാന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ സ്വപ്നമാണ്. ചെയ്യുന്ന പണി, ഒരു ഇമാമ് അതിന്റെ ആദ്യത്തെ ഭാഗം പറഞ്ഞിട്ട് അങ്ങനെയല്ലെങ്കിൽ അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അറിയാന്ന് പറഞ്ഞ് മനസ്സിലായില്ല ശൈത്താൻ വരുന്നു. അള്ളാഹ്ക്ക് അറിയാന്നതിന്റെ അർത്ഥമാണ് ശൈത്താൻ വരും. അവൻ പിന്നെ ഈ ചോദ്യം ചോദിക്കുന്ന എങ്ങായുണ്ടല്ലോ, അവൻ ആദ്യം പറയാം അപ്പൊ മനസ്സിലായി ഇവിടെ എതിരുണ്ട് എന്ന്. അപ്പൊ ഇയാളാ അങ്ങനെ അല്ല, അങ്ങനെ മനസ്സിലാക്കണം. എന്തൊക്കെ തമാശകൾ! ആ രംഗം ഒന്നുകൂടി കാണിച്ചു കൊടുക്ക്. അത് യഥാർത്ഥ സ്വപ്നമാണ്. അങ്ങനെയല്ലെങ്കിൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും അറിയാം. എന്താണ്? അല്ല, അത് അള്ളാഹ്ക്ക് ഏറ്റവും അറിയാന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ സ്വപ്നാണോ അതോ അതില് അല്ലാത്ത രൂപത്തിലാണോ എന്നുള്ളത് അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാം. ഉറപ്പില്ല. അള്ളാഹു എന്ന് പറഞ്ഞതാണല്ലോ, ഉറപ്പില്ല. അപ്പൊ ഉറപ്പില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തെ ബഹുമാനപ്പെട്ട ഇമാം സിന്ധി, അത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിന് ശേഷം, അപ്പൊ ഇംദാദിൽ ഒരു സംഗതി ജംഅ് ചെയ്തു. ഈ അതോടുകൂടി വല്ലാത്ത ഗവേഷണം. എന്താ ഇമാം അവറുകൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശേഷിക്കപ്പെട്ട ആ രൂപത്തിൽ തന്നെ കണ്ടാൽ ഫഹിയ റുഅ്യാ ഹഖ്ഖിൻ, അത് സത്യമായ സ്വപ്നമാണ്, തർക്കല്ല. വഇല്ല, അറിയപ്പെട്ട രൂപത്തിലല്ല കണ്ടതെങ്കിൽ ഫല്ലാഹു അഅലം ബിദാലിക്, എന്താണ് അതിന്റെ വ്യാഖ്യാനമെന്ന് അല്ലാഹുവിനറിയാം. കാരണം ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചത് വ്യാഖ്യാനം വേണമെന്നാണ്. അപ്പൊ വ്യാഖ്യാനം എന്ത് എന്ന് അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. ഇതാണ് ഇമാമ് പറയുന്നത്. അപ്പോഴേക്ക് ഫല്ലാഹു അഅലം ബിദാലിക്, ഉറപ്പില്ല എന്ന് മനസ്സിലായി, ശൈത്താനാന്ന് മനസ്സിലായി. എന്തൊക്കെ അർത്ഥങ്ങളാണോ ഈ വെക്കുന്നത്? ഒരു മീസാൻ ഓതുന്ന അറിവെങ്കിലും വേണ്ടേ? സഫാഹത്തിന് കയ്യും കാലും മുളച്ചിട്ട് ഇവിടെ ഫല്ലാഹു അഅലം എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാന്നും ശൈത്താൻ വരുന്നൊക്കെ അർത്ഥം വെക്കാൻ. അറിയപ്പെട്ട രൂപത്തിലാണെങ്കിൽ വ്യാഖ്യാനം വേണ്ട, അല്ലെങ്കിൽ ഫല്ലാഹു അഅലം ബിദാലിക്, വ്യാഖ്യാനം വേണം. അത് കൂടുതൽ അറിയൽ അല്ലാഹ്ക്കാണ്. ഏത് വ്യാഖ്യാന? ശരിയായ വ്യാഖ്യാനം അത് അല്ലാഹുവിനറിയാം. അപ്പൊ ഇവരൊക്കെ ചെയ്യണം എന്താ നിങ്ങള്? ശൈത്താൻ എന്നതിലേക്ക് എല്ലാ ഇബാറത്തിനെയും കോട്ടിമാട്ടി കൊണ്ടുപോവാണ്. അത് നേരെ ഇരിക്കുമ്പോ നടക്കൂല. അതാ പള്ളിക്ക് വരിയെന്ന് ദാരിബി പറയുന്നത്. നേർക്ക് നേരെ ഇരുന്ന ഒരൊറ്റ ഇബാറത്തും വായിക്കാൻ കഴിയില്ല. ഉടനെ നമ്മൾ ചോദിക്കൂലേ, ശൈത്താൻ വരുമെന്ന വാക്കതിലെവിടെ? അനങ്ങാൻ കഴിയങ്ങൾക്ക് ആകെ പറയാൻ കഴിയല് ഖറാഫിന്റെ ഇബാറത്തിൽ മാത്രം. അത് നമ്മൾ ബക്കൂരിന്റെ ഇബാറത്ത് കൊണ്ടുവന്ന് ആ സെക്കൻഡിൽ പൊളിച്ച് കയ്യിൽ തരും. പിന്നെ ഷാദുലിന്റെ കിതാബ് എടുത്ത് വന്നാൽ ആ വ്യാഖ്യാനം കറക്റ്റാണ് വായിച്ച് ഈ ഇബ്നു ഹജർ അസ്ഖലാനി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഖറാഫിയും പറഞ്ഞത്. ശൈത്താൻ വാദമല്ല എന്നും തെളിയിച്ചിരും. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. 1400 കൊല്ലത്തെ ചരിത്രത്തിൽ ഹബീബായ തങ്ങളുടെ അറിയപ്പെട്ട രൂപമല്ലാത്ത രൂപത്തിൽ കണ്ടാൽ അത് പിശാചാകും എന്ന് പറഞ്ഞ അഹ്ലുസുന്നയുടെ ഇമാമേത്? അവിടെ ഫീ ഖിലാഫ് എന്ന് പറഞ്ഞെങ്കിൽ ഉദ്ധരിക്ക്. അവിടെ ഇഖ്തലഫുൽ ഉലമാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്ക്. അല്ലാതെ നബി ഇമാമിനും ഖാദിയാദിനും ഹക്കീം തുർമുദി തങ്ങൾക്കെതിരെ വ്യാഖ്യാനം വേണോ വേണ്ടേ എന്ന തർക്കമുണ്ട്. ഇതിലുള്ള ഖിലാഫ് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇതിനൊക്കെ പാനൽ ഡിസ്കഷനിൽ ഞങ്ങളൊരു കുട്ടീനെ ഉൾപ്പെടുത്തിയാക്കി പൂതിയാണ് തീരും. പിശാചുവാദത്തിന് തെളിവുണ്ടാക്കാൻ നടക്കുക. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങളൊന്നും പോരല്ലോ, ഒരു വലിയ ശുജായികളല്ലേ ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് പറയുന്ന കേട്ടോളൂ. സമയത്ത് ഇപ്പൊ നമ്മുടെ ഈ നബിയുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു ഒരു കിതാബില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട 2 അഭിപ്രായങ്ങളെ സംയോജിപ്പിച്ചു. എന്നാ വേറെ ഒന്നിലധികം കിതാബുകളിൽ അത് വിരുദ്ധ അഭിപ്രായങ്ങളായിട്ട് വിശദീകരിച്ചും കണ്ടു. എന്നാ അപ്പൊ അതിലേതാണ് മുഹത്തമത്? ഇതിലേത് കിതാബാണ് അവസാനം രചിക്കപ്പെട്ടത് എന്നതൊന്നും നോക്കാതെ സംയോജിപ്പിച്ചാൽ പിന്നെ ആ അഭിപ്രായ വ്യത്യാസം പിന്നെ ഇല്ല, അങ്ങനെ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു ഉസൂലുണ്ടോ? അത് എവിടെ കിട്ടിയ ഉസൂലാണ്? ആ ഉസൂൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഉസൂലില്ലാതെ നമ്മൾ സ്വന്തം വകയായിട്ട് ഒരു ഉസൂൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഉസൂലൊന്നും ആരും ഉണ്ടാക്കേണ്ടതായിരുന്നു, ഉള്ളത് അതുപോലെ അങ്ങ് വായിച്ചു നോക്കിയാൽ മതി. എന്തിനാ ഉണ്ടാക്കണത്? ഇംദാദിൽ എന്താ പറഞ്ഞാന്നും മനസ്സിരുത്തി വായിക്കാതെ. അത് അടുത്തിയിൽ പറയുന്ന പറഞ്ഞു തൊട്ടത് കൊണ്ട് ഞങ്ങളൊന്നുകൂടി വായിക്കാണ്. ഇംദാദിൽ പറഞ്ഞു മനസ്സിരുത്തി ഒന്ന് വായിക്കുക. കിതാബ് ഓതി നിങ്ങൾ മാത്രമൊന്നല്ലല്ലോ. എന്താ ഇംദാദിൽ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഹഖാണ്. വലൗ അലാ ഗൈരി സൂറത്തിഹിൽ മഅറൂഫ, അത് അറിയപ്പെടാത്ത രൂപത്തിലാണെങ്കിലും ശരി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാ വമാ സ്വഹ, ശരിയായ റിപ്പോർട്ടിലൂടെ വന്ന ഒരു സംഭവം അനിബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഇബ്നു സീരീൻ, ഇബ്നു സീരീൻ തങ്ങളും ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒന്ന്. എന്താ അവര് പറഞ്ഞത്? മിമ്മാ ളാഹിറുഹു ഇസ്തിറാത്തു റുയതിഹി അലാ സൂറത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന് പറയണമെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള അതേ രൂപത്തിൽ കാണണം എന്ന് ശർത്താക്കിയത് യംബഗീ തഅ്വീലുഹു, ആ ശർത്തിന് വ്യാഖ്യാനം നൽകണം. എന്താ വ്യാഖ്യാനം? ബിഅന്ന ദാലിക ശർത്തുൻ ഫീ കമാലിർ റുഅ്യ, അങ്ങനെ വേണമെന്നവര് നിബന്ധന പറഞ്ഞത് പൂർണ്ണമായ കാഴ്ചക്കാണ്. ദൂന അസ്ലിഹ, കണ്ടു എന്ന് അടിസ്ഥാനം സ്ഥിരപ്പെടാനത് വേണ്ട. എന്താ ഇബ്നു ഹജർ പറഞ്ഞ്? ഇബ്നു സീരീൻ തങ്ങളും ഇബ്നു അബ്ബാസ് തങ്ങളും പറഞ്ഞതിനെ ഇങ്ങനെ മനസ്സിലാക്കൽ നിർബന്ധമാണ്. അത് ഇംദാദിലെത്തുമ്പോ മാത്രം നിർബന്ധമാണ് എന്നല്ല. അങ്ങനെ ഉണ്ടോ? ഇംദാദിൽ നിങ്ങൾ ഈ ഖിലാഫ് വായിക്കുമ്പോ ഇങ്ങനെ മനസ്സിലാക്കണം. അത് ശർഹു ശമായിലാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കണ്ട, അൽമിനഹുൽ മക്കിയയിലാണെങ്കിൽ മനസ്സിലാക്കണ്ട. അങ്ങനെ ഉണ്ടോ? അതാ പുതിയ ഉസൂല്. ഒരു ഇമാമ് 2 ഖിലാഫ് പറഞ്ഞ് ഇത് രണ്ടും ഒന്നാണ് ഇങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് എവിടെ കണ്ടാലും മനസ്സിലാക്കണം. അവിടെ ഒരു കൈതുമില്ല.